ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഗുരു മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ബിസിനസ് സ്റ്റഡീസിലെ ഓർഗനൈസിങ്ങിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമുക്ക് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഫോർമൽ ഓർഗനൈസേഷൻ നോക്കാം. അതായത് ഇൻ ഓൾ ഓർഗനൈസേഷൻ എംപ്ലോയീസ് ആർ ഗൈഡഡ് ബൈ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് ഏത് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസുകൾ ഉണ്ടായിരിക്കും, രീതികളുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് വേണം അവിടുത്തെ എംപ്ലോയീസ് പെർഫോം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ റൂൾസും റെഗുലേഷൻസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് അവിടുത്തെ എംപ്ലോയീസ് പാലിക്കുകയും വേണം. ഇത്തരത്തിൽ റൂൾസിൻ്റെയും റെഗുലേഷൻസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫോർമൽ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വിച്ച് ഈസ് ഡിസൈൻഡ് ബൈ ദി മാനേജ്മെൻറ്റ് ടു അക്കംപ്ലിഷ് എ പെർട്ടിക്കുലർ ടാസ്ക്. ഒരു പ്രത്യേക ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെൻറ്റ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ആ ഓർഗനൈസേഷൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ ടോപ്പ് മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം, സ്വഭാവം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് സ്പെസിഫൈ ദ റിലേഷൻഷിപ്പ് എമംഗ് ദി വേരിയസ് ജോബ് പൊസിഷൻസ്. അതായത് പല ജോലികൾ ചെയ്യുന്ന ആളുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സുപ്പീരിയർ സബോർഡിനേറ്റ്സ് റിലേഷൻഷിപ്പ്. അതായത് ആരിൽ നിന്നും ഓർഡേഴ്സ് സ്വീകരിക്കണം, ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, അത്തരത്തിലുള്ള ക്ലിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ മീൻസ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ് സ്പെസിഫൈഡ് ഇൻ ദ പ്ലാൻസ്. അതായത് നമ്മുടെ പ്ലാനിങ് പ്രകാരം നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി കൂടിയാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും എഫേർട്ടുകളെ നമ്മൾ ഈ ഫോർമൽ ഓർഗനൈസേഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് പരസ്പരം ഏകോപിപ്പിച്ച് പരസ്പരം ലിങ്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി ഡിസൈൻ ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. അതായത് ഓർഗനൈസേഷൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെൻറ്റ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് ഫോർമൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ഇറ്റ് പ്ലേസ് മോർ എംഫസൈസ് ഓൺ വർക്ക് ടു ബി പെർഫോംഡ് ദാൻ ദി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിക്കാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലാതെ ആളുകൾക്കിടയിലുള്ള സൗഹൃദത്തിനോ അല്ലെങ്കിൽ ആളുകൾക്കിടയിലുള്ള ബന്ധങ്ങൾക്കോ അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്കാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ഇനി സെയിം പോയിന്റ് തന്നെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ടും പറയുന്നത്. അഡ്വാൻറ്റേജിൽ ഫസ്റ്റ് പോയിന്റ് ഇറ്റ് ഈസ് ഈസിയർ ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി സിൻസ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആർ ക്ലിയർലി ഡിഫൈൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് വ്യക്തമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. ആരാണ് സുപ്പീരിയർ, ആരാണ് സബോർഡിനേറ്റ്സ്, അതുപോലെ തന്നെ ആരാണ് ഓർഡേഴ്സ് കൊടുക്കേണ്ടത്, ആരിൽ നിന്നാണ് ഓർഡേഴ്സ് സ്വീകരിക്കേണ്ടത്, ആ ഒരു റിലേഷൻഷിപ്പ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഓരോ മെമ്പേഴ്സിൻ്റെയും ഡ്യൂട്ടീസ് നമ്മൾ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആര് ഏത് ജോലി ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതായത് ഓരോരുത്തർക്കും പറഞ്ഞിട്ടുള്ള ജോലി അവിടെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്? ഒരു സബോർഡിനേറ്റ് അറ്റ് എ ടൈം ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്നും മാത്രമേ ഓർഡേഴ്സ് സ്വീകരിക്കാൻ പാടുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷനിൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരാൾ അറ്റ് എ ടൈം ഒരു സുപ്പീരിയറിൻ്റെ അണ്ടറിൽ മാത്രമേ പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ലീഡ് ടു എഫക്റ്റീവ് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗോൾസ്. അതായത് ഓരോ എംപ്ലോയീസും എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈച്ച് എംപ്ലോയി നോസ് ദ റോൾ ഹി ഹാസ് ടു പ്ലേ. ഓരോ എംപ്ലോയിക്കും അറിയാൻ പറ്റും ഞാൻ എന്ത് ജോലിയാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഫോർമൽ ഓർഗനൈസേഷൻ നമ്മുടെ ഓർഗനൈസേഷന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം എംപ്ലോയീസിൻ്റെ, അതായത് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണല്ലേ. ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സ്വഭാവമൊന്നും നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓർഗനൈസേഷന് അവരുടേതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉള്ള കാരണം ഹ്യൂമൻ ബിഹേവിയർ എന്താണെങ്കിലും ആ റൂൾസും റെഗുലേഷൻസും അനുസരിച്ച് മാത്രമേ എല്ലാവർക്കും കൂടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ലിമിറ്റേഷൻസിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് മേ ലീഡ് ടു പ്രൊസീജിയറൽ ഡിലേ. അതായത് നമുക്കറിയാം ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയാലുള്ള ഒരു അവസ്ഥ, അതായത് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അവിടെ പോയാൽ അതിന് ഒരുപാട് നൂലാമാലകളാണല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും അവസ്ഥ. അതായത് ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ടാവും. അപ്പോൾ ആ രീതികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു കാര്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിലേ വരും, കാലതാമസം എടുക്കും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ചെയിൻ ഓഫ് കമാൻഡ്. നമ്മൾ പ്രിൻസിപ്പിൾസ് പഠിച്ചപ്പോൾ സ്കാളർ ചെയിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ടോപ്പ് മാനേജർക്ക് താഴെയുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ആളുകളെയും ഇൻഫോർമേഷൻസ് പാസ് ചെയ്തിട്ട് വേണം താഴെയുള്ള ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താനായിട്ട്. അപ്പോൾ അത്രയും സമയം ഡിലേ അവിടെ വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫോർമൽ സ്ട്രക്ചറിൽ അങ്ങനെ ഡിലേ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ അടുത്ത പോയിന്റ്, പുവർ ഓർഗനൈസേഷണൽ പ്രാക്ടീസസ് മേ നോട്ട് പ്രൊവൈഡ് ആഡിക്വേറ്റ് റിക്കഗ്നീഷൻ ടു ക്രിയേറ്റീവ് ടാലൻറ്റ്. അതായത് നല്ല കഴിവുള്ള വ്യക്തികളുണ്ടായിരിക്കും ചിലപ്പോൾ ഓർഗനൈസേഷനിൽ. അവരുടെ കഴിവുകളൊക്കെ മുഴുവനായിട്ടും പുറത്തെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ഫോർമൽ ഓർഗനൈസേഷനിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും പോളിസീസും ഉണ്ട്. അതിനനുസരിച്ച് പോകുന്നത് കൊണ്ട് തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ചിന്താഗതികൾക്കൊന്നും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇൻ എൻ എൻ്റർപ്രൈസസ്. ഈ പോയിന്റ് ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർമൽ ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ജോലിക്കും സ്ട്രക്ചറിനോ നമ്മുടെ ലക്ഷ്യങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ഫോർമൽ ഓർഗനൈസേഷനിൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഡിലേ വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയൊന്നും അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നമുക്കറിയാം, പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും. അതായത് ആളുകൾക്കിടയിലുള്ള സൗഹൃദത്തിൽ നിന്നും കമ്മ്യൂണിക്കേഷനിൽ നിന്നും രൂപം കൊള്ളുന്ന ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എമേർജസ് വിത്തിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നും രൂപം കൊള്ളുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫോർമൽ ഓർഗനൈസേഷനിലുള്ള ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ നിന്നും അവർക്കൊരു സൗഹൃദം രൂപപ്പെടും. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനായിട്ട് കോഫി കുടിക്കാൻ പോയി എന്ന് വരും. അപ്പോൾ അതൊരു ഇൻഫോർമൽ ഗ്രൂപ്പാണ്. ക്രിക്കറ്റ് മാച്ച് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊളീഗ്സുമായിട്ട് നമ്മൾ പോയി എന്ന് വരാം, അതുപോലെ തന്നെ പിക്നിക്കിന് പോയി എന്ന് വരാം. അപ്പോൾ നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നമ്മുടെ സൗഹൃദം കൊണ്ട് രൂപം കൊണ്ടെടുക്കുന്നതാണ് നമ്മുടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമൽ ഓർഗനൈസേഷന് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുള്ള റൂൾസുകളോ റെഗുലേഷൻസോ ഒന്നുമില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ ലൈനുകളോ ഒന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്കിടയിൽ തന്നെ ഒരു എൻ്റയർ സ്കൂളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്, ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നും നമ്മുടെ പേഴ്സണൽ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ഇവിടെ പ്രത്യേകമായിട്ടുള്ള റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രത്യേകം കമ്മ്യൂണിക്കേഷൻ ചാനലുകളൊന്നുമില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്ക് എപ്പോഴാണോ ആയിട്ട് സംസാരിക്കാൻ തോന്നുന്നത് അപ്പോൾ നമുക്ക് ഫോം എടുക്കാം, സംസാരിക്കാം അല്ലേ.
അപ്പോൾ ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആണ്. പ്രത്യേകം സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷൻസ് ഒന്നുമില്ല ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത പോയിന്റ് പറയുന്നത് ഇറ്റ് എമേർജസ് സ്പോണ്ടേനിയസ്ലി, അതായത് പെട്ടെന്ന് രൂപം കൊള്ളുന്നതാണ്. നമ്മൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. നെക്സ്റ്റ് പോയിന്റ് ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ, പ്രത്യേകം സ്ട്രക്ചർ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതൊരു സോഷ്യൽ റിലേഷൻഷിപ്പാണ് അല്ലേ അവിടുത്തെ ആളുകൾ തമ്മിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പ്രത്യേകം കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസ് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് ലഭിക്കാനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ വഴി സാധ്യമാകുന്നുണ്ട്. അടുത്ത പോയിന്റ് ഇറ്റ് ഹെൽപ്സ് ടു ഫുൾഫിൽ ദ സോഷ്യൽ നീഡ്സ് ഓഫ് മെമ്പേഴ്സ്, അതായത് അവിടുത്തെ മെമ്പേഴ്സിൻ്റെ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഈ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇനി അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ജോബ് സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്സും ഉണ്ടാകുന്നുണ്ട്. സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടുവാർഡ്സ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, അതായത് ഫോർമൽ ഓർഗനൈസേഷനിലുള്ള ഇന്നാഡിക്വസീസ്, ഫോർമൽ ഓർഗനൈസേഷനിലുള്ള കുറവുകളൊക്കെ പരിഹരിച്ചിട്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം ഫോർമൽ ഓർഗനൈസേഷനിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് പോയിന്റ് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ റൂമേഴ്സ്, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഫോർമൽ ഓർഗനൈസേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ മാനേജ്മെൻറ്റ് മേ നോട്ട് ബി സക്സസ്ഫുൾ ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ചേഞ്ചസ് ഇഫ് ദ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഓപ്പോസ് ദം, അതായത് ഓർഗനൈസേഷനിൽ പുതിയ റൂള് വന്നു, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് കൂടി അതിനെ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓർഗനൈസേഷന് പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അല്ലേ. ഇപ്പം നമുക്കറിയാം ഈ ലേബർ സ്ട്രൈക്കുകൾ, അങ്ങനത്തെ സ്ട്രൈക്കുകളൊക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ഓർഗനൈസേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത പോയിന്റ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഓർഗനൈസേഷനെ ദോഷകരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഓർഗനൈസേഷൻ്റെ താല്പര്യങ്ങൾക്കെതിരെയായിട്ട് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷനെ ദോഷകരമായിട്ട് ബാധിക്കും. ഓക്കെ, എന്ന് കരുതി നമുക്ക് ഇൻഫോർമൽ ഓർഗനൈസേഷൻ മുഴുവനായിട്ടും തുടച്ചു നീക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അത് മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കുന്നതല്ല അല്ല, അത് ഉണ്ടായി പോകുന്നൊരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മുടെ ഓർഗനൈസേഷൻ്റെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ ഒരു കുഴപ്പമില്ല അല്ലേ, നമുക്കത് നല്ലതാണ്. നമുക്കൊരുപാട് നോളേജുകൾ കിട്ടും അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നിന്ന്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുമാത്രമല്ല ഇവർ യൂസ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗപ്പെടുമെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്ക് നല്ലതാണ്. അതേസമയം നെഗറ്റീവായിട്ടുള്ള ഇത്തരത്തിലുള്ള പോയിന്റുകളും ഇൻഫോർമൽ ഓർഗനൈസേഷന് ഉണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.